ഹലോ ടീംസേ, നമ്മളെ ന്യൂസിലാൻഡ് vs സൗത്ത് ആഫ്രിക്കൻ്റെ ഫസ്റ്റ് സെമി കഴിഞ്ഞിട്ടോ. ഫസ്റ്റ് സെമീൻ്റെ റിസൾട്ട് റിസൾട്ട് ബോളിങ്ങിനെക്കാട്ടിലും 2 പടി മുകളിൽ ബോളിങ് എങ്ങനെയാണോ അതിൻ്റെ 2 പടി മുകളിലൊക്കെ ന്യൂസിലാൻഡിൻ്റെ ബാറ്റിങ്. ഒന്നും പറയാനില്ല. സൗത്ത് ആഫ്രിക്കൻ്റെ ബോളിങ്ങുകാരൊക്കെ പതച്ചു പോയി ന്യൂസിലാൻഡിൻ്റെ ബാറ്റിങ്ങിൻ്റെ മുമ്പിൽ. എൻ്റെ പൊന്നെ, എമ്മ ഷോട്ട്, എമ്മ കളി, കിണ്ണം കാച്ചി കളി, ഒന്നും പറയാനില്ല. അല്ലനും ഷിഫോട്ടും കൂടിയായിട്ട് നിന്നിട്ട് അടി അങ്ങോട്ട് തുടങ്ങിയതാ. 10 ഓവറായപ്പോഴേക്ക് തന്നെ 130ൻ്റെ മുകളിൽ സ്കോർ. എന്തിനാ പറയാമോ, ഒന്നും പറയാനില്ല. അല്ലൻ സെഞ്ചുറി, വേൾഡ് കപ്പിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി, 33 ബോളിൽ 100. ഈ വേൾഡ് കപ്പിൽ മൊത്തത്തിൽ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അല്ലൻ അടിച്ച്. സെഞ്ചുറിക്ക് റണ്ണിൻ്റെ ആവശ്യമില്ല, 500 റണ്ണ് വേണ്ടി എടുത്തിട്ട് 4 അടിച്ചെങ്ങാൻ ജയിച്ച് സെഞ്ചുറിയാക്കി ഫുള്ളി. അടിപൊളി ഷോട്ട്. ജെൻസന് പറ്റ പരാജയം ബോളിങ്ങിൽ. ജെൻസന് ബാറ്റിങ്ങിൽ സൂപ്പറായിരുന്നു, പക്ഷെ ബോളിങ്ങിൽ പറ്റ അബദ്ധമൊന്നും ഒരു വസ്തുവിനും പറ്റാത്ത ചങ്ങായിപ്പോയി. 2 ഓവറും 5 ബോളും 53 റണ്ണ്. ബാറ്റിങ്ങിൽ കുറച്ച് തച്ചുണ്ടായിരുന്നു. 53 റണ്ണ് ബാറ്റിങ്ങിൽ എടുത്തിനു. അത് അങ്ങനെ തന്നെ 2 ഓവർ അടിച്ച് ഓരങ്ങെടുത്ത്. എന്താ പറയുക, അമ്മാതിരി പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ഒന്ന് പേടിക്കേണ്ടതുണ്ട് ന്യൂസിലാൻഡ് ഇതുവരെ സിമ്പിളാന്ന് നന്നായി. ന്യൂസിലാൻഡിനെ സിമ്പിളാന്ന് കണ്ടില്ലേ. ന്യൂസിലാൻഡ് സിമ്പിളല്ല. ഓപ്പണേഴ്സ് ഷിഫേർട്ട്, അല്ലൻ, പേടിക്കണം മക്കളെ, പേടിച്ചേ മതിയാവും. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ വേൾഡ് കപ്പിലും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യനോട് തോറ്റ്, ഈ ന്യൂസിലാൻഡിനോട് സെമി തോറ്റ് പോയി. ഒരു ഭാഗ്യമില്ലാത്ത ടീമും. പക്ഷെ ബാറ്റിങ് അവർക്കൊരു എന്താ പറയുക, ഒരു കംഫർട്ട് സോൺ ഇടയില്ല. പതർച്ചെന്നായിരുന്നു. എന്തോ ഒരു ആത്മവിശ്വാസമില്ലാതെ നമ്മളൊരു കളിച്ച് പാവങ്ങൾ പുറത്തായി. പക്ഷെ അങ്ങനെ നല്ലതിനും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നല്ലൊരു കളി പ്രതീക്ഷിച്ചിരുന്നു. ബോളിങ്ങിൽ കംബാക്ക് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനും ഒരു അവസരം കൊടുത്തില്ല. 6 ഓവറായപ്പോഴേക്കും 80 റണ്ണ്. അടി തന്നെ, ഇടവും വലവും നോക്കാണ്ടുള്ള അടി. പിന്നെ ഇപ്പം എന്താ പറയുക, ഒന്നും പറയാനില്ല ഗൈസ്. അങ്ങനെ അതാണ് തീരുമാനമായിക്കണം. ന്യൂസിലാൻഡിൻ്റെ ഫൈനൽ കാണാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. വാട്ട് എ മാച്ച്. കണ്ടിട്ടേ കോരി തെരിച്ചു പോകാന്നറിയല്ലേ, അതെന്നായിരുന്നു. നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, ലൈവ് കാണാത്ത ഹൈലൈറ്റ്സ് എങ്കിലും ഒന്ന് എടുത്തു നോക്കി. കുറച്ച് ടൈം കണ്ടാൽ മതി, ഒരുപാട് നേരം കണ്ട. 12 ഓവർ 5 ബോൾ അപ്പോൾ കളി പരിപാടി തീർത്ത് പോയി. ഇവിടെ 19 ഓവറോ 5 ബോളൊന്നും കാണേണ്ട ഒരു ആവശ്യമേ. ഞങ്ങൾ വേഗം പണി തീർത്ത് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കൻ്റെ മാതിരി അങ്ങനെ കൂട്ടിക്കയറിയിരുന്ന് തയ്ക്കല്ല. ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അയിഞ്ഞാട്ടാണെന്നുള്ളതൊക്കെ അവർ പറയുന്നത്. അയിഞ്ഞാട്ടം തന്നെ അതിനും. ഒരു 6 ഷിഫേർട്ട് അടിക്കുമ്പോൾ നേരപ്പുറത്ത് വന്നിട്ട് അല്ലൻ അതിൻ്റെ ഈ ഒരു 4 കൂടി അങ്ങ് അടിച്ചാവും. എന്തായാലും ഫണ്ടാസ്റ്റിക് മാച്ച്. ഫസ്റ്റ് സെമി ഫൈനൽ കലക്കി. ഇനി സെക്കൻഡ് സെമി ഫൈനൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ട്, അവരും കലക്കട്ടെ. ഇത്രയും നല്ലൊരു സെമി ഫൈനലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഉണ്ടാവാറില്ല. അങ്ങോട്ട് എന്തോ കട്ടാക്കിയിട്ടായിട്ട് ജയിക്കലൊക്കെ. അതൊന്നുമല്ല. ഇത് കളി ഞങ്ങളെ കയ്യിലാണ്. ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളതാണ് കളി എന്നൊക്കെ ഉള്ളൊരു മട്ടിലേ പുള്ളകൾ കളിച്ച് പുള്ളകൾ ജയിച്ച്. ഓ